അപ്പം നമ്മൾ കയറി വരുന്നുണ്ട്. കയറി മുകളിലേക്ക് എത്തി. ഒരു മലയാണ് നമ്മൾ കയറുന്നത്, പക്ഷേ ഈസി ആയിട്ട് കയറിപ്പോരാം. കയറി വന്നപ്പോൾ കണ്ടോ മക്കളെ, എന്താ സൗന്ദര്യം! ഇതിൻ്റെ അകത്ത് ടൈഗറൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ ആരും ഇതുവരെ നമ്മളെ അന്വേഷിച്ച് വന്നില്ല. കാരണം എന്നെ കടിച്ചിട്ട് കാര്യമില്ലെന്ന് ടൈഗറിനറിയാം. കടിച്ചാൽ തന്നെ അവൻ്റെ പല്ലൊടിഞ്ഞ് വീഴുകയേ ഉള്ളൂ. അപ്പോഴത്തെ നമ്മളിങ്ങനെ പതിയെ കാടിനുള്ളിലൂടെ വേറെ ഓക്കെ 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 ഓക്കെ. അപ്പോൾ താഴെ പുറകിലുള്ള ആൾക്കാർക്ക് പേടി തോന്നിയിട്ട് കിടന്ന് കൂവുന്നതാണ്. ഇതുപോലത്തെ വള്ളിപ്പടർപ്പൊക്കെ നോക്കുമ്പോഴത്തേനും പാന്തനാണോ എന്ന് നോക്കണം, അല്ലെ അവൻ ചെറുതായിട്ട് നമ്മുടെ ദേഹത്തോട്ടൊന്ന് ചുറ്റും. അപ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ. പുള്ളി എന്നെ ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ് എൻ്റെ പുറകിൽ വരുന്ന ആൾക്കാരെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മൃഗങ്ങളൊക്കെ കാണും, എങ്കിലും സാരമില്ല. നമ്മൾ പതിയെ നടവഴിയിലൂടെ നടക്കുകയാണ്. അപ്പോഴത്തെ നല്ല അടിപൊളി ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത്. എൻ്റെ അമ്മോ, പൊളി സംഭവം. ഉൾക്കാടാണ്. ചീങ്കല്ലിൻ്റെ ഇടയിൽ എവിടെയെല്ലാം മരങ്ങൾ വീഴാവോ മരങ്ങൾ അവിടെയെല്ലാം ഉണ്ട്. അപ്പോഴത്തെ ഇത് കഴിഞ്ഞിട്ടൊരു പുഴയുണ്ട്. പുഴയുടെ ഭാഗത്ത് भाई शू डालो क्या है वो दूसरा स्नेक नहीं है, दूसरा एक है ना ये कून लीच वो होगा। हाँ नहीं, वो सॉक्स का साइड में पड़ेगा तो मालूम नहीं पड़ेगा, इतना पतला है ना। Leech is better than my shoes. Yeah. It will bite less. We have this Dettol with us, no? We'll put Dettol, no? Yeah. On socks. On top of socks. Leeches will drop itself and. Yes. അപ്പത്തെ നല്ലൊരു ഏരിയ. Now maybe 3 kilometers. അപ്പം നമ്മളെ കാടിനുള്ളിലോട്ട് കയറ്റി വിട്ടിട്ട് നമ്മുടെ ഗൈഡ് എവിടെയോ പോയിരിക്കുകയാണ്. പക്ഷേ ഈ കാഴ്ചകളുണ്ടല്ലോ, പൊളി സംഭവമാണ് കേട്ടോ. കാടിനുള്ളിലെ ഒരു ജീവിതം. മരങ്ങളൊക്കെ മറിഞ്ഞു വീണാണ്, കാരണം മണ്ണാഴമില്ല, ചീങ്കല്ലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. കാറ്റ് വന്നാൽ ഫുള്ളായിട്ട് മറിഞ്ഞു വീഴും. ഇത്രയും മണ്ണേ ഉള്ളൂ. അപ്പോഴത്തെ പിന്നെയും നടന്ന് ഈ ഏരിയയിൽ വന്നു. അയ്യോ, പൊളി സംഭവം നോക്കി, അടിപൊളി കാട്. ഇതെല്ലാം സെയിം മരങ്ങളാണ് കേട്ടോ, ഒരേ സ്പീഷ്യസിലുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. വളരും മറിഞ്ഞു വീഴും, പിന്നെയും വളരും പിന്നെയും മറിഞ്ഞു വീഴും. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഒരു വഴിച്ചാല് കണ്ടതിലൂടെ ഞങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ ഗൈഡ് നമ്മളെ ഇട്ടിട്ട് പോയോ എന്നൊരു സംശയമുണ്ട്. എവിടെയാണെങ്കിലും കൂവി വിളിക്കാം. ഇനി ഇവിടെ എങ്ങാണ്ട് ഒരു പുഴയുണ്ടെന്നാണ് പറഞ്ഞത്. ആ പുഴയുടെ അവിടെ പോയി നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോഴത്തെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാടിനുള്ളിലെ മനോഹരമായ കാഴ്ചയാണിത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നത്. ഇനി നമ്മളൊരു കേവിൻ്റെ അകത്തുകൂടിയാണ് പോകുന്നത്. ആഹാ, ഒരു അടിപൊളി മരം. ഇതിനി കവർ ചെയ്യാനാണ് പാട്. എല്ലാവരും എടുത്ത് കയറ്റിക്കൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോഴത്തേക്കും പാമ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പെരുമ്പാമ്പാണ്, അപ്പോൾ അത് ശ്രദ്ധിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട, അടിപൊളിയല്ലേ, പച്ചപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നിപ്പ് കണ്ട.
ആഹാ, ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞ് സമ്മതിക്കാം കേട്ടോ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മരങ്ങൾ പടുപടയെന്ന് വീണ് കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേണം പോകാൻ. നല്ല അടിപൊളി സംഭവമായിപ്പോയി. ഇതിൻ്റെ ഇടയിലൊക്കെ സ്നേക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അത് ഉണ്ടോ, അവിടെയൊക്കെ ഇഷ്ടം പോലെ ഹോൾസ് ഉണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. അപ്പം പതിയെ മരത്തിൻ്റെ മേളിൽ കൂടെ ജമ്പ് ചെയ്ത് നമുക്ക് പിന്നെ കാടും മേടും ഒക്കെ കയറി പരിചയമുള്ളതുകൊണ്ട് എതിലേ പോയാലും നമ്മൾ ജീവിക്കും. അതുകൊണ്ടാണ് ചവിട്ടി പിടിച്ച് പോരുന്നത്. കുറേ വരുന്നവരൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. എല്ലാത്തിനെയും വലിച്ചു കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മലയുടെ മേളിലോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളി സംഭവമാണ് കേട്ടോ. ആഹാ, അപ്പത്തെ നമ്മൾ വന്ന് വീണ്ടും ഒരു ടേണിങ്ങിലെത്തിയിട്ടുണ്ട്. അടിപൊളി കാഴ്ചകൾ. വലിയ വേര് കണ്ടോ, വേരല്ല ചെടിയാണ്. അപ്പത്തെ വീണ്ടും നമ്മൾ ഒരു ഒറ്റയടിപ്പാതെ കൂടെ പോവുകയാണ്. ഇതുണ്ട്, ഇവിടെയൊക്കെ വെള്ളം ഒഴുകുന്നതാണ്, ഉറവയൊക്കെ വെച്ച് വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളാണ്. ഇച്ചിരി ഡേഞ്ചർ പ്ലേസാണ് കേട്ടോ. പക്ഷേ ഇതിലിപ്പം നമ്മുടെ ആൾക്കാരൊന്നും നടന്നു വന്നിട്ടില്ല. നമ്മൾ മാത്രമാണ് ഇങ്ങോട്ട് കയറിയത്. അത് അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള പരിപാടി ഇതാണ്. എന്താണെന്നറിയില്ല. ഏതായാലും ഈ വഴിക്കാണ് നമ്മൾ പോകുന്നത്. അത് നല്ല സൂപ്പർ വഴിയായിപ്പോയി. അപ്പോൾ ഇതിനുള്ളിലൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം ഒരു പുൽമേട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. കല്ലിൻ്റെ മേളിലാണ്. ഇത് ടാറല്ല കേട്ടോ, ചീങ്കല്ലാണ്. നമ്മൾ ടാറ് പൊട്ടി നിൽക്കുന്ന പോലെ ഇരിക്കും. ചീങ്കല്ലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ താഴോട്ട് പോവുകയാണ്. കാടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇത് കണ്ടോ, അതാണ് മല. ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മലയാണത്. മലയിലോട്ട് നോക്കുന്നതോടൊപ്പം തന്നെ താഴോട്ട് നോക്കിയില്ല, ചിലപ്പോൾ പാമ്പിൻ്റെ കടി കൊണ്ട് ചാവേണ്ടി വരും. ഇനിയും നമ്മൾ ചീങ്കല്ലിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. കരിമ്പാറയല്ല, ചീങ്കല്ലാണ്. ഇതൊക്കെ അകത്തോട്ടൊക്കെ ആൾക്കാർ കയറി പോകുന്ന വഴികളാണ് കേട്ടോ. അടിപൊളി ഒരു മല കയറി ഇറങ്ങി. നമ്മൾ ഷൂ ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആഹാ, അങ്ങനെ മല കയറി നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്. ഒരറിവുമില്ല മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എങ്ങോട്ട് പോകണമെന്ന്. ഇതിൽ തന്നെ മുകളിലോട്ടാണ്. ഇനിയും നമ്മൾ മുകളിലോട്ടാണ്. അപ്പോൾ ശരി, ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ മുകളിലോട്ട് പോകാം. കാടിൻ്റെ നടുവിലെ വളരെ മനോഹരമായ ഒരു പുൽമേട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ധാരാളം കാട്ടി, നമ്മൾ കാട്ടുപോത്ത് എന്നൊക്കെ പറയുന്ന സാധനം വന്ന് മേയുന്ന സ്ഥലങ്ങളാണ്. അവരൊക്കെ ആ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ആരെയും ഉപദ്രവിക്കാറില്ല. നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ മുമ്പോട്ട് പോയി. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് നിന്നതാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര പതിയെ മുന്നോട്ട് പോവുകയാണ്. മനോഹരമായ ഈ കാഴ്ചകളിലൂടെ മനസ്സിന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാഴ്ചകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് യാത്ര ചെയ്തത്. പക്ഷേ ഇന്ന് അതിനെല്ലാം ഒരു ഫലമുണ്ടായി. വളരെ നല്ലൊരു ഗൈഡിനെയും നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക്
മറ്റുള്ളവർ വരാത്ത ഏരിയയിലൂടെ യാത്ര ചെയ്യാൻ പറ്റി. ഇതൊരു നടപ്പാത തന്നെയാണ്. മുൻപ് ഇതിലേ ആയിരുന്നു ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വഴി ഉപയോഗിക്കാറില്ല, റെയിൽവേ ട്രാക്ക് വഴിയുള്ള റോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളെ ഈ വഴിക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ആ യാത്രയിലൂടെ നമ്മുടെ ഒരു റിലാക്സേഷനായി. അപ്പോൾ ശരി, ഇനി ഒരു 2.5 കിലോമീറ്ററോടെ താഴോട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഗോവയുടെ ഒരു ഗ്രാമത്തിനുള്ളിലൂടെ കയറി വന്നതാണ്. ഇത് കണ്ടോ, വീടുകൾ കണ്ടോ, സൂപ്പറല്ലേ? അടുത്ത് നിൽക്കുന്നു. ഇതുണ്ടോ, ഫുട്ബോൾ മൈതാനത്തിൻ്റെ സമീപത്താണ് നമ്മളുള്ളത്. ഇത് കണ്ടോ, 10 നായ്ക്കളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അവിടെ കളിക്കാൻ വന്ന ഒരു ടീമിനെ കണ്ടോ. ഇത് കണ്ടോ, വാസ്കോ. ഗാഡി 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 വാസ്കോയുടെ ആൾക്കാരാണിത്. വാസ്കോ, ഹലോ, ഗോവ വാസ്കോ, വാസ്കോഡ ഗാമ. കണ്ടോ, ഗോവയിലെ നമ്മുടെ അടിപൊളി പിള്ളേരാണ്. अदान भैया के चैनल पे सब्सक्राइब क्या सब्सक्राइब करना है पूछो बोलो नहीं वो चैनल का नाम क्या है मेरा लाइक कर दो जोपन यात्रा हाँ ये सीख लिया बाकी पूरा भूल गया और मेरा इंस्टाग्राम आईडी क्या है जर्नी ऑफ जोपन वहाँ जोपन जर्नी ऑफ जोपन അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഇത്ര നേരം ഇവർ വഴി കൂടിയൊക്കെ കൊണ്ടു നടക്കുകയായിരുന്നു. കുഞ്ഞ് ഇവിടെ കിടന്ന് കൂവുന്നുണ്ട്. അവർക്ക് ഫുഡ് വാങ്ങിക്കാൻ സമയമായി. ഇന്ന് നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ അവൾ നമ്മളെ തല്ലിക്കൊല്ലും. അപ്പോൾ മഴ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാം. ഇത് കണ്ടോ, നല്ലൊരു ആൽമരം, ഒരു ബെന്യാൻ ട്രീ. ബെന്യാൻ ട്രീയുടെ അടുത്താണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഈ ശ്രീസവൻ എന്നുള്ള ഈ ഹോം സ്റ്റേയിലാണ്. വളരെ നല്ല പെരുമാറ്റമുള്ള ഒരു ഹോം സ്റ്റേ ആണ്. വലിയ പൈസയൊന്നും നമ്മളോട് വാങ്ങിച്ചില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ബാക്കിലൊരു സ്കൂളാണ്, പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ഗോവയുടെ തെക്കൻ സൈഡിലോട്ടാണ് പോകുന്നത്. ഈ റൂട്ട് തന്നെ നേരെ പോയാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഒരു 74 കിലോമീറ്ററാണ് ഇന്ന് പോകേണ്ടത്. ഒരു ഡിവൈൻ ഒരു മൊണാസ്ട്രി ഉണ്ട്, അതൊന്ന് കാണാൻ പറ്റുമോയെന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ബീച്ച് സൈഡിൽ കൂടെ വന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനാണ് പ്ലാനിങ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേ കുഞ്ഞി റെഡിയാണ് പോകാൻ. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ശരി, യാത്രകൾ തുടരുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ഗോവയിലെ ആദ്യത്തെ കാഴ്ച നമ്മൾ കണ്ടു. ദൂത്ത് സാഗർ വാട്ടർഫോൾസൊക്കെ കണ്ടിട്ട് നമ്മൾ വലിയ യാത്ര തിരിക്കുകയാണ്. ഇന്നലെ ഈ ഗ്രാമത്തിലാണ് കിടന്നത്. ഇവിടെയായിരുന്നു നമ്മൾ താമസിച്ചത്. ഇതൊരു ചെറിയ ഗ്രാമമാണ്. 350 കുടുംബങ്ങളുള്ള ഒരു ചെറിയ ഗ്രാമം. ഇതുണ്ടോ, ഉള്ളിലൂടെയൊക്കെ നമ്മൾ വീടുകളുടെ സൈഡിൽ കൂടെ വേണം വഴികളിലൂടെ പോകാൻ. പഴയ വീടുകളാണ്. അതിനിടയിൽ ഈ ഹോം സ്റ്റേയിലാണ് ഞാൻ കിടന്നത്. അപ്പം ശ്രീസവൻ എന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര്. അത് നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടുന്ന് ഒരു 300 മീറ്റർ നമ്മളിങ്ങ് പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ശ്രീസവൻ എന്നുള്ള ഈ ഹോം സ്റ്റേയിൽ കിട്ടും. മാന്യമായ പെരുമാറ്റവും മാന്യമായ രീതികളൊക്കെയാണ്. അപ്പോൾ കുഞ്ഞിയൊക്കെ റെഡിയാണ് പോകാൻ. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് കിടക്കുകയാണ്. അവൾ ഇന്നലെ ഇവിടെ തന്നെയാണ് താമസിച്ചത്. കാരണം അവളെ കാടിനുള്ളിലേക്ക് ഇവിടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടത്തിയിട്ടാണ് നമ്മൾ പോയത്. നമ്മുടെ ഗൈഡാണ് നമുക്കിവിടം കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. ഇവിടെ 630 രൂപയാണ് നമുക്ക് നമ്മുടെ ദൂത്സാഗർ വാട്ടർഫോൾസ് കാണാനുള്ള ട്രക്കിങ്ങിൻ്റെ ചാർജ്. അപ്പോൾ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. പോയി കണ്ട് എല്ലാം കണ്ട് കേട്ട് വരാൻ പറ്റും. അപ്പോൾ ശരി, നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി ഉള്ളത് ഗോവയിലെ കാഴ്ചകളിലോട്ട് നമ്മൾ പോവുകയാണ്. ദൂത്സാഗറാണ് നമ്മൾ ആദ്യമേ തന്നെ തുടങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഗോവയുടെ ഉൾഗ്രാമങ്ങളിലോട്ടും ബീച്ച് സൈഡിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്.
അപ്പം നമ്മൾ ഗോവയുടെ മണ്ണിലൂടെ യാത്ര ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ദൂസാഗറൊക്കെ കാണാൻ പോയി. അതിനുശേഷം ഇപ്പം നമ്മൾ വലിയ ഗോവൻ മണ്ണിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് കർണാടകയുടെ നമ്മുടെ 66 വരുന്ന ആ ഏരിയയിലോട്ടാണ്. കാരണം ഏകദേശം സെൻട്രൽ ഭാഗത്താണ് ഇപ്പോൾ ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ റോഡിൽ കൂടെ, ഇവിടുത്തെ സ്റ്റേറ്റ് ഹൈവേ 52 നമുക്ക് മുൻപോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൃഷിസ്ഥലങ്ങളാണ് എൻ്റെ രണ്ട് സൈഡിലും. ഇവിടെ കൂടുതലും പോത്ത് വളർത്ത് ആളുകളാണ്, പോത്തിനെ വളർത്തുന്ന ആളുകളാണ്. കാരണം ബെല്ലാരിയൊക്കെ ഇവിടെ അടുത്തായതുകൊണ്ട് പോത്ത് വളർത്തുന്ന രീതിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാലി വളർത്തൽ. അപ്പോൾ ഇതൊക്കെ കപ്പിലാൻ തോട്ടങ്ങളാണ്. ഫെനി ഉണ്ടാക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷിരീതി തന്നെ ഫെനിയാണ്. അതിന് ഇത് പിന്നെ സ്പ്രിങ്ക്ലറൊക്കെ കൊടുത്ത് കൃഷിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമായതുകൊണ്ട് അത്രയ്ക്കൊക്കെ ഒരു ഡെവലപ്മെൻറ്റ്സേ ഇവിടെ ഉള്ളൂ. പിന്നെ പോപ്പുലേഷനും കുറവാണ്. ധാരാളം കൃഷിസ്ഥലങ്ങൾ പുല്ല് പിടിപ്പിച്ചിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഏരിയയാണ്. പുൽകൃഷിയൊക്കെ ഉണ്ട് ധാരാളം. പിന്നെ ഇത് ആളുകൾ വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതലും. ഈ ഉൾനാടൻ മേഖലയൊന്നും അത്ര വികസിച്ച ഏരിയ അല്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നിറയെ പുൽമേട് പോലെ, കൃഷിയില്ലാതെ പുൽമേട് പോലെ പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ. അതൊക്കെ നമ്മളവർക്ക് ഈ പുൽമേട് എന്നാത്തിനും ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നത്. സത്യത്തിൽ അവർക്ക് കാലി വളർത്തൽ കാണും, അതിനുവേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഈ പുൽമേടുകൾ. ഇതേ എൻ്റെ സൈഡിലെല്ലാം കാണാൻ പറ്റും നല്ല മനോഹരമായ പുൽമേട്. ഇത് കണ്ടോ, അതിൻ്റെ നടുവിലൊക്കെ നെൽകൃഷിയാണ് കേട്ടോ. പിന്നെ ഇവർ ഫുള്ള് ബോർഡർ ഇട്ടുള്ള പരിപാടിയേ ഉള്ളൂ. ഇതിപ്പം ഒരു 10-50 ഏക്കറുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അവരുടെ ഒരു ഫാം സൈഡ് സംഭവങ്ങളെല്ലാമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് സൈക്കിൾ ചവിട്ടി വരുമായിരുന്നു. അപ്പോൾ ഒരു കാറിലൊരു പയ്യൻ നമ്മളെ കൈ കാണിച്ചിട്ട് പോയി. ഞാൻ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഇങ്ങ് വന്ന് കാണും. ഒരു വളവിലൊരു അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിങ്ങനെ വരുമായിരുന്നു. ആരാണ്? അപ്പോൾ പാട്ടൊക്കെ കേട്ട് വരുമായിരുന്നു. പുള്ളി നമുക്കൊരു സലാം തരാൻ വേണ്ടി ഹോണടിച്ചാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ വരുമ്പോൾ ആ കാറിൽ വന്ന പയ്യൻ അവിടെ ഗേറ്റിങ്ങിൽ ഇറങ്ങി നിൽപ്പുണ്ട്. അതവരുടെ സ്വന്തം അമ്പലവും ആശ്രമവും എല്ലാം കൂടിയാണ്, സ്വന്തമായിട്ടാണ്. അവരുടെ കുലദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ്. പക്ഷേ ആ വഴിയിലൂടെ വരുന്നവർക്ക് മുഴുവൻ അവർ ഫുഡ് കൊടുക്കും രാവിലെ. അങ്ങനെ ആ പയ്യൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് രാവിലെ പുലാവും 2 പഴമൊക്കെ തന്ന്. ഒരിക്കലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെയെങ്കിലും നോക്കണം. അപ്പോൾ പിന്നെ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ നമുക്ക് പോകാതിരിക്കാനും പറ്റിയില്ല. അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, അമ്പലം വീടിനോട് ചേർന്ന് തന്നെയാണ്, ദേവസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് എന്ത് ചെയ്യുന്ന അവർ സമ്മതിക്കുകയില്ല. പിന്നെ ഞാൻ ചെയ്യാൻ, പിന്നെ അവരോട് സ്നേഹമൊക്കെ പങ്കിട്ട് അവിടെ ഉണ്ട് ഒരു നായ്ക്കുട്ടിയും 2 പേർഷ്യൻ ക്യാറ്റ് പോലത്തെ പൂച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പിടിച്ച് കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നമ്മളിങ്ങ് പോന്ന്. പണ്ട് നമ്മുടെ വീട്ടിലും ഉണ്ടായിരുന്നു കുറച്ച് പേർഷ്യൻ ക്യാറ്റൊക്കെ, അതൊക്കെ ഒരു ഓർമ്മയായിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും സൈക്കിളിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്.